2025 ഇടവൻ രാശിക്കാർക്ക് ഗോചരത്തിൽ വളരെ അനുകൂലമായൊരു വർഷം കൂടിയാണ് ഇടവൻ രാശിക്കാർ. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി നക്ഷത്രം, മകീര നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവൻ രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യാഴം പ്രതികൂല സ്ഥാനത്തായിരുന്നു. ശനിയും കണ്ടകശനിയായി 2.5 വർഷക്കാലമായി ശനിയും കണ്ടകസ്ഥാനത്ത് നിലകൊള്ളുകയായിരുന്നു. എന്നാൽ 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 10:39 ശനി തൻ്റെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയുടെ കണ്ടകസ്ഥാനത്ത്, അഥവാ ഇടവൻ രാശി 10-ാം ഭാവത്തിൽ കണ്ടകസ്ഥാനത്ത് നിന്നിരുന്നതായ ശനി ഇടവൻ രാശിയുടെ 11-ലേക്കും സർവാഭിഷ്ട സ്ഥാനത്തേക്കും മാറുകയും അത് വളരെയധികം ഗുണപ്രദമാണ് ഇടവൻ രാശിക്കാർ. കൂടാതെ തന്നെ 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10:07 വ്യാഴം തൻ്റെ ജന്മരാശിയായ ഇടവൻ രാശിയിൽ നിന്നും ജന്മരാശിയുടെ 2ാമത്തെ രാശിയായ ബുധന്റെ ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്തതോടുകൂടി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന ഒരുപാട് ദുരിതങ്ങൾക്ക് അറുതി വരുന്നൊരു കാലം കൂടിയാണെന്ന് പറഞ്ഞു വെക്കട്ടെ. വ്യാഴം 2ാമിടത്ത് നിൽക്കുകയും കണ്ടകനായിരുന്ന ശനി ജന്മരാശിയുടെ 11-ലും ഗോചരത്തിൽ സഞ്ചരിക്കുന്ന കാലം വളരെയധികം ഗുണപ്രദമാണ് ഇടവൻ രാശിക്കാർക്ക് എന്ന് പറഞ്ഞു വെക്കട്ടെ. വ്യാഴം 2026 ജൂൺ മാസം 2-ാം തീയതി വരെ ഏകദേശം ജന്മരാശിയുടെ 2-ൽ സ്ഥിതി ചെയ്യും. കൂടാതെ തന്നെ ശനി 2.5 വർഷക്കാലം ഏകദേശം ആ ജന്മരാശിയുടെ 11-ലും സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാണ്. സർവാഭിഷ്ടങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ്. ഗൃഹനിർമ്മാണങ്ങൾ മന്ദഗതിയിലായിരുന്നവർക്ക് ഗൃഹനിർമ്മാണങ്ങൾ പുരോഗതിക്കാനും പുതിയ ഗൃഹം നിർമ്മിക്കാനും വാഹനങ്ങൾ വാങ്ങാനും സർവോപരി ദൈവാധീനം വർദ്ധിക്കാനും ഉതകുന്നൊരു കാലഘട്ടം കൂടിയാണത് എന്ന് പറഞ്ഞു വെക്കട്ടെ. തൊഴിൽ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തൻ്റെ മനസ്സിനിണങ്ങിയ തൊഴിൽ വന്നു ചേരാനും താൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള തൊഴിലവസരങ്ങളും വന്നു ചേരാനും ഒക്കെ ഉതകുന്നൊരു കാലഘട്ടം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. കൂടാതെ തന്നെ പഠിക്കുന്ന പഠിതാക്കൾക്കൊക്കെ വളരെയധികം ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉന്നത വിജയം കൈവരിക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. കൂടുതൽ അറിയുന്നതിലേക്ക് വേണ്ടി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുകയോ, വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവനവൻ്റെ ജനിച്ച സമയം, വർഷം, മാസം, തീയതി മുതലായവ മെസ്സേജായി അയച്ചാൽ നമുക്ക് അത് പരിശോധിച്ച് ജാതകത്തിൽ വ്യാഴവും ശനിയൊക്കെ അനുകൂല സ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുകൂലമായ കാലഘട്ടം നിങ്ങൾക്ക് വളരെയധികം വിജയപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പറഞ്ഞു വെക്കട്ടെ. സംശയങ്ങൾക്ക് വിളിക്കാം. നമസ്കാരം.